ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ ബൈബിൾ പഠന പരമ്പരയിൽ കടന്നു വന്ന നിങ്ങളേവരെയും ക്രിസ്തുയേശുവിൽ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വായിച്ചത് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ഞാൻ പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. മിസ്സസ് ഫ്രാൻസിസ് റിഡ്ലി ഹവർഗർ എന്ന സ്ത്രീരത്നം സർവ്വലോക സമ്മതയായ വിശുദ്ധ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അതുകൊണ്ട് യഥാർത്ഥത്തിൽ ജീവിക്കുകയും ചെയ്തു വന്ന മഹതിയായ ഒരു സ്ത്രീരത്നമായിരുന്നു. അവരുടെ ആശ്വാസവും സന്തോഷവും സമാധാനവും ശക്തിയും എല്ലാം ദൈവവചനത്തിൽ നിന്നാണ് അവർ പ്രാപിച്ചത്. അവരുടെ അവസാന സമയത്തുണ്ടായ ഒരു സംഗതിയിൽ ഒരാൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനത് വായിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. അവർ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ തന്നെ കാണുവാൻ വന്ന ഒരു സ്നേഹിതയോട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം എടുത്ത് വായിപ്പാൻ പറഞ്ഞു. അവരങ്ങനെ വായിച്ചു. അവർ 7-ാം വാക്യത്തിൻ്റെ അവസാനം വരെ വായിച്ചപ്പോൾ അത്രയും മതിയെന്ന് ഈ മിസ്സിസ് ഫ്രാൻസിസ് പറഞ്ഞു. 7-ാം വാക്യം, യഹോവയായി ഞാൻ നിന്നെ നീതിയിൽ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നിന്നെ കാക്കും എന്ന വാക്യത്തിൽ വിളിച്ചു, പിടിച്ചു, കാത്തു എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ ഈ മിസ്സസ് ഫ്രാൻസിസ് റിഡ്ലി ഹവർഗർ പറഞ്ഞു. എങ്ങനെ പറഞ്ഞത്? ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ പിടിച്ചു, ദൈവം എന്നെ ഇതുവരെയും കാത്തു. ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന ആളോട് പറഞ്ഞു, മതി, ഞാൻ ഈ വചനത്തിന്മേൽ ചാരി എൻ്റെ വീട്ടിൽ പോയിക്കൊള്ളാം എന്നാണ് അവർ അവസാനമായി പറഞ്ഞത്. അവൾ സ്വർഗീയ രഥത്തിൽ കയറി സ്വർഗീയ ഭവനത്തിലേക്ക് ഗമിച്ചു. അവരുടെ യാത്ര ആനന്ദപ്രദമായ യാത്രയായിരുന്നു. എന്തുകൊണ്ട്? അവർ ദൈവവചനത്തിൽ ആശ്രയിച്ചു, ദൈവവചനത്തിൽ മുറുകെ പിടിച്ചു, ദൈവവചനത്തിൽ അവസാന നിമിഷവും ആശ്രയിച്ചുകൊണ്ടാണ് അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഏത് ദൈവവചനം പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്വർഗഭവനത്തിൽ പോകാനിരിക്കുന്നതെന്ന് ഈ എഴുത്തുകാരൻ ചോദിക്കുകയാണ്. കർത്താവിന് സ്തോത്രം, ദൈവനാമം മഹത്വപ്പെട്ടെ. നാം തിരുവചനം പഠിക്കുവാനായിട്ട് ഇരിക്കുകയാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഈ വചന പഠനം കൊണ്ട് എന്താണ് പ്രയോജനം? മറ്റുള്ളവർ ചിന്തിക്കും, വെറുതെ ഇത്രയും സമയം കളയുന്ന എന്തിനാണ്? വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, ഇല്ലേ? എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ലോകത്തിലെ കാര്യങ്ങൾ. പക്ഷേ വാസ്തവമായി വചനത്തിൻ്റെ വില അറിയാവുന്ന ഒരു ദൈവത്തിനറിയാം ഈ വചനത്തിൻ്റെ വില എന്തെന്ന്, വചനത്തിൻ്റെ ആ ഒരു ആഴമെന്തെന്ന്, വചനം തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്. ഈ വചനം കേൾക്കുന്നതും അനുസരിക്കുന്നതും പ്രമാണിക്കുന്നതും മൂലം ലഭിക്കാൻ പോകുന്ന നിത്യ സൗഭാഗ്യത്തിൻ്റെ വിലയും വലിപ്പവും അത് തിരിച്ചറിഞ്ഞാൽ നാം വചനത്തിന് വേണ്ടി വില കൊടുക്കും. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഇത്രയും പേര് ഈ വചനം കേൾക്കാൻ, ഈ വചന പഠനത്തിൽ ഉത്സാഹികളായി ചേർന്നിരിക്കുന്നതോർത്ത്, നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ഈ മിസ്സസ് ഫ്രാങ്കിളിന് ലഭിച്ചതുപോലെ ഒരു സൗഭാഗ്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമ്മുടെ അവസാന കാലഘട്ടം വചനത്തിൽ ചാരി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, വചനത്തിൽ ചാരി മരണ യോർദാനെ ഓവർകം ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാം ചിന്തിച്ചു വന്ന വിഷയം, നമ്മുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ വിഷയം പരിശുദ്ധാത്മാവ് എന്നുള്ളതാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിനെ എന്തിനോടെല്ലാം ഉപയോഗിച്ചിരിക്കുന്നു, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, അങ്ങനെ നാം പഠിച്ചു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും പരിശുദ്ധാത്മാവിനെ കുറിച്ച് എവിടെയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എവിടെയെല്ലാം. നാം അങ്ങനെ പഠിച്ച യെശയ്യാ പ്രവചനം വരെ വന്നു. ഇത് 26-ാമത്തെ എപ്പിസോഡാണ്, 26-ാമത്തെ ആഴ്ച. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ മൂവാറ്റുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ ഹാളിൽ വെച്ച് ബൈബിൾ ക്ലാസ് ഉണ്ട്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും അല്പം ദൂരം കോട്ടയം റൂട്ടിലൂടെ, MC റൂട്ടിലൂടെ ജസ്റ്റ് നടക്കാനേ ഉള്ളൂ. 250 മീറ്റർ നടക്കുമ്പോൾ ഇടതുവശം ചേർന്ന് റോഡ് സൈഡിൽ തന്നെയാണ് ഈ പ്രയർ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കടന്നു വരാം. സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കുന്നത് 26-ാമത്തെ എപ്പിസോഡാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായത്തിലെ ഏതാനും കാര്യങ്ങൾ, 10-ാമത്തെ വാക്യവും
14-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. 10-ാമത്തെ വാക്യം എന്താണ്? എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് വചനത്തിലുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ അവർ ദുഃഖിപ്പിച്ചു. എന്തുകൊണ്ട്? തങ്ങളുടെ മത്സരം കൊണ്ട്, തങ്ങളുടെ ചോദ്യം കൊണ്ട്, തങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, തങ്ങളുടെ വാക്കുകൾ കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ആരും ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായി തീരരുതെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് എന്നും ഫ്രണ്ട്ഷിപ്പ് പുലർത്തണം. പരിശുദ്ധാത്മാവിനോട് എന്നും സ്നേഹബന്ധം പുലർത്തണം. പരിശുദ്ധാത്മാവിനോട് എന്നും ബഹുമാനം പുലർത്തണം. പരിശുദ്ധാത്മാവിനോട് എന്നും വിധേയത്വം പുലർത്തണം. എങ്കിലേ ക്രിസ്തീയ ജീവിതം അത് വിജയകരമായി തീരുകയുള്ളൂ. കാരണം നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വിജയം തരുന്നത് പരിശുദ്ധാത്മാവാണ്, ജീവൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാൻ ദൈവം അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കാര്യസ്ഥനാണ്. ഈ കാര്യസ്ഥനെ ദുഃഖിപ്പിച്ചാൽ പിന്നെ എല്ലാം പോയില്ലേ? കാര്യസ്ഥനെ ബഹുമാനിക്കാതിരുന്നാൽ എല്ലാം പോയില്ലേ? ഈ സഹായിക്കുന്ന കാര്യസ്ഥനെ അവഗണിച്ചാൽ എല്ലാം പോയില്ലേ? അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമിയിലൂടെ നടത്തിയ കാലങ്ങളിലെല്ലാം അവരുടെ മത്സരം കൊണ്ടും അവരുടെ ചോദ്യങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടെല്ലാം അവർ ദൈവത്തെ ദുഃഖിപ്പിച്ചു. ഇല്ലേ? പിതാവാൻ ദൈവത്തെയാണ് ദുഃഖിപ്പിച്ചത്, അല്ലെങ്കിൽ മോശയാണ് ദുഃഖിപ്പിച്ചത്. എന്നാൽ ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. പിതൃപുത്ര പരിശുദ്ധാത്മാവ്, ത്രിയേകദൈവം, ട്രിനിറ്റി. പിതാവിനെ ദുഃഖിപ്പിച്ചാൽ അവിടെ പുത്രനും പരിശുദ്ധാത്മാവും ദുഃഖിക്കും. പുത്രനായ യേശുവിനെ ദുഃഖിപ്പിച്ചാൽ പിതാവും പരിശുദ്ധാത്മാവും ദുഃഖിക്കും. ഹല്ലേലൂയ. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ യേശുവും പിതാവും ദുഃഖിക്കും. ഇതൊരു ഇന്റർ കണക്ഷനാണ്. കർത്താവിൻ്റെ സ്തോത്രം. സൃഷ്ടിപ്പിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ പിതാവുണ്ട്. 1-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ക്രിസ്തു ഉണ്ട്. പിതൃപുത്ര പരിശുദ്ധാത്മാവ് ചേർന്നാണ് എല്ലാം സൃഷ്ടിച്ചതും നടത്തുന്നതും നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും. ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോൾ പ്രകടമായി പിതാവാം ദൈവമാണ് അവിടെ നിന്നതെങ്കിലും അവിടെ യേശുവും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. ആലോചനകൾ കൊടുത്ത പരിശുദ്ധാത്മാവിനെ അവർ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് എതിരായി നിൽക്കും. അനുകൂലമായി നിൽക്കേണ്ട ദൈവം നമുക്ക് എതിരായി പോകും. ദൈവം എതിരായാൽ മനുഷ്യന്റെ സ്ഥിതി എന്താണ് പ്രിയരെ? ദൈവം അനുകൂലമായാൽ വലിയ അനുഗ്രഹമാണ്. പക്ഷെ ദൈവം എതിരായാൽ അത് വലിയ കഠിനമായ പ്രതികൂലമാണത്, കഠിനമായ പ്രതിസന്ധിയാണ്. ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ദൈവം പ്രതികൂലമാകാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ദൈവം പ്രതികൂലമായി നിൽക്കുന്ന ഒരു അനുഭവത്തിലൂടെയും നാം പോകാൻ ഇടവരരുത്. കർത്താവിന് സ്തോത്രം. ഇവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, തങ്ങളുടെ വാക്കുകൾ കൊണ്ട്, തങ്ങളുടെ ഓരോരോ ചലനങ്ങൾ കൊണ്ട് അവർ ദൈവത്തെ ദുഃഖിപ്പിച്ചു. അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് ദൈവം അവർക്കെതിരായി നിന്നു. തന്മൂലം അവരുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായി ചില ദൈവിക നന്മകൾ തടുത്തുപോയി. ദൈവം എന്നും അനുകൂലമായിട്ട് അവർക്ക് വേണ്ടി നിന്നു. ഇവിടെ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്ന് നൽകുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാക്കേണ്ടതിന് എന്നിട്ട് ജനത്തെ നടത്തുവാൻ നിത്യനായ ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരെ സഹായിക്കാൻ ദൈവം വെമ്പൽ പൂണ്ടു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അയച്ച് ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ചു. പകൽ മേഘസ്തംഭം എന്തിന്? ഇസ്രായേൽ ജനത്തിന് തണൽ കൊടുക്കാൻ, അവർ വഴി നടത്താൻ. രാത്രി അഗ്നിസ്തംഭം എന്തിനാണ് അഗ്നിസ്തംഭം? ഇസ്രായേൽ ജനത്തിന് വെളിച്ചം കൊടുക്കാൻ ദൈവം പ്രൊട്ടക്ഷൻ കൊടുക്കുകയായിരുന്നു. മാറായിൽ കയ്പ് മാറ്റി. ഹല്ലേലൂയ. അവർക്ക് വിശന്നപ്പോൾ മന്ന കൊടുത്തു. അവർ അപേക്ഷിച്ചപ്പോൾ അവർക്ക് ഇറച്ചി കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു. എല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. ദൈവം സഹായിക്കുകയായിരുന്നു. ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തിയെങ്കിലും അവൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചു. തന്മൂലം ദൈവം അവർക്കെതിരായിപ്പോയി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അനുകൂലമാണെങ്കിലേ നമുക്ക് അനുഗ്രഹം ലഭിക്കുകയുള്ളൂ.
അത് ആത്മീയമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, ഏത് ദൈവിക അനുഗ്രഹത്തിൻ്റെയും പിന്നിൽ ദൈവപ്രസാദം വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രസാദിക്കണം. മോനെ, നീ എന്തെല്ലാം ചെയ്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ തടഞ്ഞു പോകും. ദൈവവേല ചെയ്യുന്നവർ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാറുണ്ട്. എങ്ങനെയാണെന്നോ, അവർ വേല ചെയ്യും, മറ്റു വേലക്കാരെ കുറ്റം പറയും. കർത്താവിന് സ്തോത്രം. അവർ കൂട്ടായ്മ നടത്തും, മറ്റു കൂട്ടായ്മകളെ എതിർക്കും. അവർ കൂട്ടായ്മ നടത്തും, മറ്റു കൂട്ടായ്മകൾക്ക് ആളുകളോട് പോകരുതെന്ന് പറയും. ദൈവം ദുഃഖിക്കുന്നതാണ്. കർത്താവിന് സ്തോത്രം. അറിയാവുന്ന ആത്മീക പരിജ്ഞാനം വെച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യും. വിശ്വാസ സ്നാനം വേണോ? അത് തെറ്റല്ലേ? അഭിഷേകം അതൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അന്യഭാഷ അതൊന്നും സഭയിൽ പറയരുത്, പബ്ലിക്കായിട്ട് പറയരുത്. ഇങ്ങനെയുള്ളതായ അവരവരുടെ ആത്മീകമായ കൊച്ചറിവ് വെച്ചിട്ട് ദൈവത്തിൻ്റെ വലിയ സത്യങ്ങളെ എതിർക്കും. തന്മൂലം സ്വന്തം ജീവിതത്തിലും കുടുംബജീവിതത്തിലും തലമുറകളുടെ ജീവിതത്തിലും ചില അനുഗ്രഹങ്ങൾ തടഞ്ഞു പോകും. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവ് സ്നേഹിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ തടഞ്ഞു പോയത് ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതൊരു ബൈബിൾ ക്ലാസ് ആണെങ്കിലും ചില ആത്മീയ സത്യങ്ങൾ, കർത്താവ് ബോധ്യം തരുന്ന ചില ആത്മീയ സത്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പാട് പുസ്തകത്തിൽ യാത്ര ചെയ്ത ഇസ്രായേൽ ജനത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുവെന്ന്, ദൈവത്തെ ദുഃഖിപ്പിച്ചുവെന്ന്. കർത്താവിന് സ്തോത്രം. ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ദൈവത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം, ദൈവവചനത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം, ദൈവ വേലയ്ക്കായിരിക്കണം ഒന്നാം സ്ഥാനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നതായിരിക്കണം ഒന്നാം സ്ഥാനം. മനുഷ്യൻ്റെ വാക്കുകൾക്കോ സ്വന്തം ഇഷ്ടങ്ങൾക്കോ സ്വന്തം താല്പര്യങ്ങൾക്കോ സ്വന്തം ബുദ്ധിക്കോ സ്വന്തം കഴിവിനനുസരിച്ചോ ആകരുത്. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു? പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അനുസരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് കീഴടങ്ങുക. അങ്ങനെ പോയാൽ നിങ്ങൾ വിജയിക്കും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ അഭിവൃദ്ധിയിലേക്ക് വരും. നിങ്ങൾ മാത്രമല്ല പ്രിയരെ, നിങ്ങളുടെ തലമുറകൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരെ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകുകയില്ല. നിങ്ങളും നിങ്ങളുടെ തലമുറകളെ ഈ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനും കീഴ്പ്പെടാനും നിങ്ങൾ പഠിപ്പിക്കണം. ഞാൻ ഇടയ്ക്കെല്ലാം തന്നെത്താൻ പറയും, ഐ ഓണർ യു ഹോളി സ്പിരിറ്റ്, ഐ റെസ്പെക്ട് യു ഹോളി സ്പിരിറ്റ്, ഐ വിൽ ഒബേ യു ഹോളി സ്പിരിറ്റ്, ഐ വിൽ ഫോളോ യു ഹോളി സ്പിരിറ്റ്. ഞാനങ്ങനെ പറയാറുണ്ട്. ഹോളി സ്പിരിറ്റ് എന്നെ അവിടുന്ന് കൺട്രോൾ ചെയ്യണം. എൻ്റെ ഇഷ്ടങ്ങൾ നടക്കണ്ട, അങ്ങയുടെ ഇഷ്ടം നടന്നാൽ മതി. എൻ്റെ ശുശ്രൂഷയല്ല, അങ്ങയുടെ ശുശ്രൂഷ എന്നിലൂടെ വെളിപ്പെടണം. ഇങ്ങനെയെല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. തികഞ്ഞിട്ടൊന്നുമല്ല. പരിശുദ്ധാത്മാവ് വലിയവനാണ്. പരിശുദ്ധാത്മാവ് വികാരങ്ങളുള്ളൊരു വ്യക്തിയാണ്. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് വികാരങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കോപിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം ചിന്തിക്കുന്നത്. ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63 അധ്യായത്തിൻ്റെ 10 വാക്യവും 14 വാക്യം നാം ചിന്തിക്കുമ്പോൾ, അവിടെ ദൈവം പരിശുദ്ധാത്മാവ് അവർക്ക് അനുകൂലമായി ഇറങ്ങിച്ചെന്നെങ്കിലും അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത് മൂലം അവർക്ക് അനുഗ്രഹം കിട്ടിയില്ല. ദൈവം അവർക്ക് എതിരായി നിന്നു. അവർ മരുഭൂമിയിൽ പട്ടുപോയി. നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ, ഈ ഭൗതിക യാത്രയിൽ നമുക്കൊന്നിലും പട്ടുപോകാൻ ഇടവരരുത്. നമ്മുടെ തലമുറകൾ നശിച്ചു പോകാൻ ഇടവരരുത്. എന്നും പരിശുദ്ധാത്മാവിനെ ആദരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളെ ബഹുമാനിക്കുക, പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്ന മൺകൂടാരങ്ങളെ ബഹുമാനിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളെ ആദരിക്കുക, പരിശുദ്ധാത്മാവ് നടത്തുന്നതായ ചർച്ചകളെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി നടത്തുന്ന ശുശ്രൂഷകളെ എതിർക്കാതെ വെറുക്കാതെ അതിനെയൊക്കെ ചേർത്ത് പിടിക്കുക. അതൊരു ഭാഗ്യമാണ്, അതൊരു അനുഗ്രഹമാണ്. ഞാൻ ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ആത്മീക സത്യം, ഒരാത്മീക മർമ്മം യെശയ്യാ പ്രവാചകനിലൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ആ ദൈവിക മർമ്മം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യം, അവരെ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്ന് കന്നുകാലികളെ പോലെ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ മനോഹരമായി നടത്തി. പക്ഷേ അവർ അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു കമൻറ്റ് ദൈവസന്നിധിയിൽ നിന്ന് വരാൻ ഇടവരരുത്. എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ. ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന്. ഏതാണത്? പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ദാവീദിനെ കുറിച്ച് പറഞ്ഞു, ഹീസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനും ദൈവം ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ
പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം മുന്നോട്ട് പോകുമെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മിൽ പ്രസാദിക്കും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു ഉൾക്കാഴ്ച തരട്ടെ. അനുഗ്രഹത്തിൻ്റെ പന്താവിലേക്ക് നിങ്ങളെ നയിക്കുന്ന വലിയൊരു വാതായനം നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്ന ഒരു അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ മൂവാറ്റുപുഴ ടൗണിൽ തന്നെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ ഹാളിൽ ബൈബിൾ ക്ലാസ് ഉണ്ട്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും അല്പം കോട്ടയം റൂട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ റോഡ് സൈഡിൽ തന്നെയാണ്, നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങൾ ഈ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ചാനൽസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അനുഗ്രഹകരമായ പ്രസംഗങ്ങളും അതുപോലെ റീൽസും പാട്ടുകളെല്ലാം ലഭിക്കും. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വം.